ഹലോ മുത്തുകളെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർ മേടയിലാണ്. അപ്പോൾ ഇന്ന് ജോലിയുടെ തുടക്കം എന്ന് വെച്ചാൽ റേഡിയോയിൽ നിന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോയിലല്ലെങ്കിലും പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല സുഖവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിഗ്നലൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ കേൾക്കാമായിരുന്നു. ഇപ്പോൾ സിഗ്നൽ വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേട്ടില്ലെന്നുണ്ടെങ്കിലും ഒരു സുഖം തന്നെയാണ്. പിന്നെ റേഡിയോയിൽ നിന്നുള്ള പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ രാവിലെ തന്നെ പിന്നെ റേഡിയോയിൽ നിന്നുള്ള പാട്ടും അതുപോലെ തന്നെ വാർത്തകളും അതുപോലെ തന്നെ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമെന്ന് വെച്ചാൽ അതൊരു വേറൊരു മൂഡ് തന്നെയാണ്. എന്താ പറയുന്നത് വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ടി വിയും അതേപോലെ തന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ റേഡിയോ ആണുള്ളത്. റേഡിയോയിലാണ് പാട്ടൊക്കെ കേൾക്കുന്നത്. പണ്ടത്തെ ചായക്കടയിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല ചലച്ചിത്ര ഗാനങ്ങളും അതേപോലെ തന്നെ നല്ല വാർത്തകളൊക്കെ കേട്ട് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാറുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ റേഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും അതിലാണ് പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാറ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ അത്രയും സിഗ്നൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഇപ്പോൾ വളരെ സിഗ്നലും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പിന്നെ പണ്ടത്തെ അത്ര ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും കേൾക്കാൻ ഒരു സുഖവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖമാണ്. കാരണം മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഓണാക്കി കേൾക്കാറുണ്ട്. നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങൾ, വാർത്തകൾ, അതേപോലെ അതിൻ്റെ പരസ്യങ്ങൾ ഒക്കെ ഒരു രസം തന്നെയാണ്. ഇത് നമ്മുടെ കോഴിയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോഴികളുടെ വീഡിയോ ഇടാറുണ്ട്. ഒരുപാട് പേര് സെയിലിനുണ്ടോ